ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒമാനിലെ വിശേഷങ്ങളാണ് കേട്ടോ. ഞങ്ങൾ മെയിനായിട്ട് ഒമാനിൽ പോയതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും അവിടെയാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. മസ്കറ്റിലാണ് കേട്ടോ. അപ്പോൾ 3 ദിവസം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ ആ 3 ദിവസത്തെ വിശേഷം ഞാനൊരു കുട്ടി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ പുലർച്ചെ 1:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ റോഡ് കണ്ടാൽ പേടിയാവുമോ? പക്ഷെ ഞങ്ങൾ ശരിക്കും പേടിച്ചാണ് കേട്ടോ ഈ റോഡിൽ കൂടി പോകുന്നത്. ഞങ്ങൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ബോർഡർ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോയത് മസ്കറ്റിലോട്ട് പോകുന്ന ബൈപ്പാസ് ഹൈവേയിൽ കൂടെയാണ് കേട്ടോ പോയത്. പക്ഷെ അവിടെ ലൈറ്റ് എന്ന് പറയുന്ന സാധനമേ ഇല്ല. ഒരൊറ്റ വണ്ടി പോലും ഇല്ലായിരുന്നു കേട്ടോ. ഞങ്ങളെ ഫ്രണ്ടിലും വണ്ടിയിലായിരുന്നു, ബാക്കിലും വണ്ടിയിലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. മറ്റേ ഈ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ പോകുന്ന വഴിക്ക് കൈയൊക്കെ കാട്ടി വല്ല കൊള്ളക്കാരന്മാർ വരും എന്നുള്ളത് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിൽ സിറ്റിക്ക് അകത്തൂടി പോകുന്ന ഹൈവേ പിടിച്ച് പോകാൻ ശ്രമിക്കുക. അവിടെ ആകുമ്പോഴത്തേക്കും ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതായാലും കുഴപ്പമൊന്നുമില്ല, പേടിയൊന്നും ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അവിടെ ഒരു 6:30-7 മണി 6:30 ആയപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. 4:45 ആയപ്പോൾ തന്നെ സൂര്യൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ലൈറ്റിൻ്റെ ആവശ്യം നമുക്കില്ലായിരുന്നു. അപ്പോൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും ശ്രദ്ധിക്കാം. വിചാരിക്കുന്ന പോലെ ടെൻഷൻ അടിക്കാനായിട്ട് ഒരു കാര്യമില്ലായിരുന്നു. ഞങ്ങൾ ആദ്യം വെറുതെ ഒരു ടെൻഷൻ അടിച്ചു. സ്മൂത്തായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ കയറി ചെല്ലുമ്പോഴത്തേക്കും എമിറേറ്റ്സ് ഐഡി പാസ്പോർട്ട് അവർ ചോദിക്കും, അത് കൊടുക്കുക. പിന്നെ വിസ നിങ്ങൾ കൂട്ടത്തിൽ ആരെങ്കിലും 6 മാസത്തിന് താഴെയാണ് വിസയെങ്കിൽ ഒരു ഓൺലൈൻ വിസ ഫോർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുക. അത് ഒരാൾക്ക് 100 dirhams ആണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മൾ അവിടെ തന്നെ കയറി ചെല്ലുമ്പോൾ തന്നെ അവർ പെർമിറ്റ്, അതായത് എക്സിറ്റ് പെർമിറ്റ് അടിച്ചു തരും. അതിന് ഒരാൾക്ക് 35 dirhams ആണ് വാങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും എക്സിറ്റ് സ്റ്റാമ്പ് അടിച്ചു തരും. അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒമാൻ ബോർഡറാണ്. അപ്പോൾ അവിടുത്തെ ആൾക്കാരാണ് ചെക്ക് ചെയ്യാനും വണ്ടി ചെക്ക് ചെയ്യുന്നതും. പിന്നെ അവിടെ എക്സിറ്റ് അടിച്ചു തരും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുള്ളായിരുന്നുള്ളൂ. പെട്ടെന്ന് കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. വണ്ടി ചെക്ക് ചെയ്യുന്നത് അവർ ഡിക്കി ഒന്ന് പയ്യെ ഡിക്കി തുറക്കാൻ പറയും. ഡിക്കി തുറന്ന് ഇങ്ങനെ ഒന്ന് കണ്ണൊട്ടിച്ച് നോക്കും. ഡിക്കി അടക്കി ഞങ്ങൾ പോകും. അത്രയൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഒമാനിൽ പോയിട്ട് ഞങ്ങൾ രാവിലെ അവിടെ എത്തി ഫ്രഷായി ഒരു ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സ്ഥലം എന്ന് പറയുന്നത് മറ്റേ മത്ര സൂക്കിൻ്റെ ഒക്കെ ഒരു ഏരിയ ആണ്. എനിക്ക് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പണ്ട് ഞാനും ചേച്ചിയും ഒമാനിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു 5-ലോ 6-ലോ ഒക്കെ പഠിക്കുന്ന ടൈമിൽ. അപ്പോൾ ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ചെറിയൊരു ഓർമ്മയൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഷിപ്പ് അന്നും ഇങ്ങനെ ഈ ഷിപ്പ് കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കുട്ടി ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ അന്ന് നമ്മൾ ഇവിടെ പോയിട്ട് ഫോട്ടോ ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. നമുക്കന്ന് ഫോണോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അച്ഛൻ്റെ കയ്യിലൊക്കെ ആണെങ്കിൽ പഴയ സെറ്റൊക്കെയാണ്. അതുകൊണ്ട് അന്നേരം അങ്ങനെ ഫോട്ടോ എടുക്കണമെന്നൊന്നും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്തവണ പോയപ്പോഴത്തേക്ക് ഇഷ്ടം പോലെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിങ്ങൾ കണ്ടത് രാജാവിൻ്റെ കപ്പലാണ് കേട്ടോ, ഷിപ്പാണ് കണ്ടത്. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ഡേ തന്നെ പോയത് അച്ഛൻ കൊണ്ടുപോയത് അവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്. ഞാൻ വിചാരിച്ചു കൊട്ടാരം നമുക്ക് ഉള്ളിൽ കയറിയൊക്കെ കാണാമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും പറ്റൂല. ഗേറ്റിൻ്റെ പുറത്ത് നിന്ന് കണ്ടിട്ട് പോകണം നമ്മൾ. അപ്പോൾ ഇതാണ് അവിടുത്തെ രാജാവിൻ്റെ കൊട്ടാരം എന്ന് പറയുന്നത്. ഞാനങ്ങനെ ക്യാമറ ഇങ്ങനെ ഇതിൻ്റെ അഴീൻ്റെ ഇടയിൽ കൂടെ പോയി സൂമാക്കി നോക്കിയതാണ് കേട്ടോ. കൊള്ളാം, ഭംഗിയൊക്കെ ഉണ്ട്. ചെറിയൊരു കൊട്ടാരം പോലെ എനിക്ക് തോന്നി. ചെറുതൊന്നുമല്ല കേട്ടോ, വലുതാണ്. ഇതിൻ്റെ ബാക്കിൽ കടലാണ് കേട്ടോ, കടൽ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നിട്ട് കുറേ ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ഇവിടെ എവിടെ നോക്കിയാലും മലയാണ്. അത് നല്ല ഭംഗിയുള്ള മലകളാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള മലകളാണ്. പിന്നെ ഞങ്ങൾ രാത്രി ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നിവി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അപ്പോൾ അവനെ കൊണ്ട് ഞങ്ങൾ പാർക്കിൽ പോയി കേട്ടോ. അവിടുത്തെ അങ്ങനെ പാർക്കിലൊക്കെ പോയി അവന് കുറച്ചൊരു എൻജോയ്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പാർക്കിൽ പോയി. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. എനിക്ക് ഈ ആർച്ച് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു പുല്ല് വെച്ചിട്ടാണ് ആ ഒരു ആർച്ച് അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അമ്മേൻ്റെ വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ അമ്മേനെയും കൂടെ ഫേമസ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതാണ് എൻ്റെ മമ്മി. അപ്പോൾ അമ്മയുടെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നടന്നു പോകുന്നത്. ഇതൊക്കെ കാണുന്നുണ്ടായിരിക്കും, ഇതൊക്കെ കണ്ടിട്ട് എന്നെ വിളിക്കുമായിരിക്കും, അത് സാരമില്ല. പിന്നെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് അവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഓരോരുത്തർ അവിടെ പായൊക്കെ വിരിച്ചിട്ട് അവരിങ്ങനെ അവിടെയുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ഒരു ഗെറ്റ് ടുഗദർ പോലെ ഫുഡൊക്കെ വെച്ച് കഴിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവർ തമിഴ് ഫാമിലി ആയിരുന്നു കേട്ടോ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇഷ്ടംപോലെ പൂച്ചകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ബാക്കി വന്ന ഫുഡുകളൊക്കെ അവിടുത്തെ പൂച്ചയ്ക്കൊക്കെ കൊടുത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് പോകുമ്പോഴത്തേക്കും എനിക്ക് ഒരുപാട്
ഒരുപാട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതായത് അവിടുത്തെ ഫുഡുകളൊക്കെ കഴിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ പറഞ്ഞു അവിടുത്തെ ഫുഡ് അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല, ഒരുപാട് നെയ്യ് കാര്യങ്ങളൊക്കെ ഒഴിച്ചിട്ടാണ് അത് ഉണ്ടാക്കുന്നത്, മസാലയൊന്നും കാണില്ല, പച്ച പോലെയൊക്കെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആ കൊതിയൊക്കെ അങ്ങ് മാറി ഞങ്ങൾ അങ്ങനെ നേരെ പിസ്സ കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിസ്സ ഹട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ബെസ്റ്റ് ഫാസ്റ്റ് ഫുഡിൻ്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവർ. അങ്ങനെ ഞങ്ങൾ എൻ്റെ സീറ്റൊക്കെ ഞാൻ ഉറപ്പിച്ചു. എനിക്ക് അങ്ങനെ പ്രത്യേക സീറ്റൊന്നുമില്ല, എനിക്ക് ഏതെങ്കിലും ഒരു മൂല കിട്ടുവാണെങ്കിൽ എനിക്ക് അത്രയും നല്ലതാണ് കേട്ടോ. ഞാൻ ഒരു മൂലയുടെ ആളാണ്. അങ്ങനെ നിവീനെ ഇറിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ അടുത്ത ഹോബി എന്ന് പറയുന്നത്. അവനെ ഇറിറ്റേറ്റ് ചെയ്ത് അവനുമായിട്ട് അടി കൂടുക എന്നുള്ളതാണ് എൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. അവിടെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഏതെങ്കിലും ഒരു പിസ്സ ഷോപ്പിൽ ഇങ്ങനെ സാലഡുകൾ വെച്ചേക്കുന്നത് സംഭവം. അങ്ങനെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഓരോന്നും മഞ്ഞ, പച്ച, നീല, ചുവപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ കളറിൽ ഭയങ്കര എറിച്ച് നിൽക്കുന്ന കളറിലാണ് കേട്ടോ ഓരോ സാലഡും വരുന്നത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഇഷ്ടംപോലെ വാരിക്കോരി പ്ലേറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇഷ്ടംപോലെ ഒന്നുമല്ല, അബുൽച്ചേട്ടൻ ഒരുപാട് വാരിക്കോരി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മെയിൻ ഡിഷ് അല്ല, എന്നാലും അബുൽച്ചേട്ടൻ മെയിൻ ഡിഷ് പോലെയാണ് ഇത് വാരി വെച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇതാണ് അബുൽച്ചേട്ടൻ്റെ പ്ലേറ്റ്. പക്ഷെ കഴിച്ചില്ല, വേസ്റ്റായി. കാരണം ഭംഗിയുണ്ട് എന്നേ ഉള്ളൂ, പലതും കൊള്ളത്തില്ല സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ 2 പിസ്സ ഓർഡർ ചെയ്തു. ഒന്ന് ബാർബിക്യൂ, ഇത് ഏത് ഫ്ലേവറാണെന്ന് ഞാൻ മറന്നുപോയി. 2 കൊള്ളായിരുന്നു കേട്ടോ, 2 കൊള്ളായിരുന്നു. ഞാൻ അങ്ങനെ ഒരു പീസ് എടുത്തു. ഞാൻ 2 ഓരോ പീസ് വെച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്രേ കഴിക്കാൻ പറ്റൂ, കാണുമ്പോൾ ഭയങ്കര ഇത് തോന്നും. പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ, സെക്കൻഡ് ഡേ ആണിത്, ഞങ്ങൾ പോയത് ബിമ്മ സിങ്കോള് കാണാൻ വേണ്ടിയിട്ടാണ് പോയത് കേട്ടോ. ഈ സമയത്ത് അതായത് ഞങ്ങൾ പോയത് രാവിലെയാണ്. രാവിലെ എന്ന് പറയുമ്പോൾ ഞങ്ങളൊരു ഉച്ച ടൈമിൽ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊരിഞ്ഞ ചൂടായിരുന്നു. ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്, അല്ല അതിൻ്റെ ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സിങ്കോളിൽ പോയ ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ, ഞാൻ തലറങ്ങിയൊക്കെ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. കാണാത്തവർ പോയി കാണുക കേട്ടോ, ഉറപ്പായിട്ടും കാണുക കേട്ടോ. നല്ല സ്ഥലമാണ്. ചൂട് കുറഞ്ഞ സമയം നോക്കി പോകാൻ ശ്രമിക്കുക, അത്ര മാത്രം നോക്കിയാൽ മതി. പിന്നെ അന്നേരം അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വയ്യാണ്ടായി, എനിക്ക് പ്രത്യേകിച്ച് വയ്യാണ്ടായി. പിന്നെ ഞങ്ങൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങൾ അവിടുത്തെ ഹൽവ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ഹൽവ, അതിന് മുന്നേ നമുക്ക് മരുന്ന് മേടിക്കണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് പിൽ റിമൈൻഡർ ആണ്, പിൽ റിമൈൻഡർ. ഇതിൻ്റെ അകത്ത് ഇപ്പം ഇത് വേണ്ട, കാലത്ത് കഴിക്കാണ്ട് ഇതിലിട്ട് വെക്കാം, വൈകിട്ട് കഴിക്കണ്ട. ഇത് ഞെക്കുമ്പോൾ ഓരോന്നായിട്ട് വരും. ഇത് വേണോ? ഇത് വേണ്ട. ഒരുപാട് മരുന്ന് കഴിക്കുന്നവർക്ക് നോക്കാം പരിപാടി. എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണല്ലേ. അങ്ങനെ ഒരു കൗതുകം തോന്നി എടുത്തതാണ് കേട്ടോ ആ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ഹൽവ മേടിക്കാൻ പോയിട്ട് ഹൽവയുടെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളൊരു കടയിലോട്ട് സാധനം മേടിക്കാൻ കയറുന്ന ഒരു വൈബ് എനിക്ക് കിട്ടിയില്ല. വേറെ എവിടെയോ കയറി വരുമ്പോൾ നല്ല രസത്തിൽ അവർ ഓരോന്നും അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എനിക്ക് അവിടെ പിന്നെ ഒരു ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ നമുക്ക് ഓരോന്ന് ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു കേട്ടോ. അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തിട്ടുള്ളായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് മദ്രാസ് സൂക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സൂക്ക്, അങ്ങനെ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ ഒരുപാട് സംഭവങ്ങൾ, ഇങ്ങനെ ആൻറ്റിക് കളക്ഷൻസിൻ്റെ ഒരു മേള തന്നെയാണ് അവിടെ ഉള്ളത്. എന്ത് വേണോ മേടിക്കാം, പക്ഷേ അങ്ങനെ ചെന്ന് മേടിക്കാൻ പറ്റില്ല, എല്ലാത്തിനും ഒരു ഒടുക്കത്തെ വിലയായിരിക്കും കേട്ടോ പറയുന്നത്, നമ്മൾ ചിന്തിക്കാത്ത വിലയായിരിക്കും പറയുന്നത്. പിന്നെ പറ്റിക്കാനും സാധ്യതയൊക്കെ ഉണ്ട്. നമുക്കൊന്നും അറിഞ്ഞൂടല്ലോ ഇത് ശരിക്കുള്ള ആൻറ്റിക്കാണോ അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലുമൊക്കെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണോ എന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് വലുതായിട്ടൊന്നും പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഇങ്ങനെ വെറുതെ നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കാര്യങ്ങൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് മറ്റേ ജീം ബൂമ്പാൻ്റെ ഒക്കെ ഇതുണ്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങളാരും മേടിക്കത്തില്ല ഇതൊന്നും, പക്ഷേ മദാമ്മമാരൊക്കെ മേടിക്കുമായിരിക്കും കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് ഇതൊരു കൈച്ചെയിൻ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ബ്രേസ്ലെറ്റ് പോലത്തെ, അത് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ സംഭവത്തിനോടൊക്കെ എനിക്ക് ഇപ്പം ക്രേസ് കൂടുതലാണ്. ഇപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ മാലയും കമ്മലും ഒക്കെ ശരിക്കും ഒന്ന് ഇടാൻ തുടങ്ങിയത്. പഠിക്കുന്ന സമയത്ത് ഇതൊന്നും അങ്ങനെ ഇടത്തില്ലായിരുന്നു, ഇതൊന്നും ഇല്ലായിരുന്നു എൻ്റെ. ഇപ്പോഴും കുറവാണ്. ഇപ്പോഴാണ് അതിൻ്റെ ഒരു കളക്ഷനൊക്കെ തുടങ്ങിയത്. ഞാൻ പഠിക്കുന്ന സമയത്ത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ അവിടെ എല്ലാ ഷോപ്പിലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു
നോ ഫോട്ടോഗ്രാഫി നോ വീഡിയോഗ്രാഫി എന്നൊക്കെ. പക്ഷെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി ഒമാനി ഷവർമ കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ നേരെ ഇങ്ങനെ ഷവർമ കട ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കയറി ഷവർമ കഴിച്ചു. നല്ല സൂപ്പറായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്ന് കയറിയത് അവിടുത്തെ ലുലു മാളിലാണ് കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും സ്ഥിരം പോണ സ്ഥലമാണ്. അപ്പോൾ അവർക്ക് എന്തായാലും നമ്മളെ കൊണ്ടുപോയി അവിടെ കാണിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഹൽക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അമ്മ. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നാട്ടിലെ ലുലു മാളിനേക്കാൾ എനിക്ക് വലുപ്പം തോന്നിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണോ എന്ന് അറിഞ്ഞൂടെ, എനിക്ക് അങ്ങനെ തോന്നിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അബിൽച്ചനോട് പറയുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അവിടത്തേക്ക് പ്രത്യേകത എന്ന് പറയുന്നത് ഒറ്റ കുഞ്ഞുങ്ങൾ കാണില്ല എന്നുള്ളതാണ്. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, ഭയങ്കര തിരക്കൊക്കെ കുറവാണ് അവിടെ. അതുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മളൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നടക്കുന്ന പോലെ നമുക്ക് നടക്കാൻ പറ്റും കേട്ടോ അവിടെ ചെന്നാൽ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ആ ഒരു ഗെയിം സെക്ഷനിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ ചെന്ന് അറഞ്ചം നമ്മൾ ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി കുറച്ച് വീഡിയോസ് അതാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഡബിൾച്ചറ തോക്കൊക്കെ ആദ്യം നമ്മൾ അവിടെ കാർഡ് ചാർജ് ചെയ്തിട്ടാണല്ലോ കയറേണ്ടത്. നമ്മുടെ നാട്ടിലെ മാളിലെ പോലെ തന്നെ. അത് നമ്മൾ ആദ്യം ഒന്നും മടിച്ചേട്ടോ, കാരണം വേണോ വേണ്ടേന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് പിന്നെ അറഞ്ചം കയറാമെന്ന് കരുതിയിട്ട് കാർഡ് ചാർജ് ചെയ്തു. ഞങ്ങൾ അങ്ങനെ എല്ലാത്തിലും കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് വീഡിയോ നമുക്ക് അതിൻ്റെ ഇനി കാണാം. ഡേ 3 ആണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ഒമാൻ മാളിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ ഒന്നും ആരുമില്ലായിരുന്നു. ഈദിൻ്റെ അന്ന് ആയിരുന്നു കേട്ടോ, ഈദിൻ്റെ അന്ന്. അപ്പം നിവി ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. നിവി ലേറ്റായിട്ട് ഉറക്കം എണീച്ചത്. അവന് ഉറക്കപ്പിച്ചിലാണ് കാറിൽ കയറ്റിക്കൊണ്ടുവന്നത്. അങ്ങനെ അവന് ഫുഡ് കൊടുക്കാനായിട്ട് ഒരു കഫേയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഡോണറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് KFC കഴിക്കാനായിട്ടാണ്. അന്നേരം ഉച്ചയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ KFC ഒക്കെ കഴിച്ചിട്ട് വീട്ടിൽ പോയിട്ട് പാക്ക് ചെയ്ത് ഞങ്ങൾ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.